Hi friends, welcome to our channel. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് വൈ വിഭാഗത്തിലേക്ക് മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡിൽ എയർമാൻ ആകാൻ ഇപ്പോൾ അപേക്ഷിക്കാം. ഈ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപേക്ഷകൻ ഇന്ത്യൻ അല്ലെങ്കിൽ നേപ്പാൾ സിറ്റിസൺ ആയിരിക്കണം. ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂലൈ 11 മുതൽ ജൂലൈ 31 വരെയാണ്. ഓൺലൈൻ പരീക്ഷ ആരംഭിക്കുന്നത് 2025 സെപ്റ്റംബർ 25 മുതലാണ്. അപേക്ഷിക്കുന്നതിന് വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. +2 യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ജനനത്തീയതി 2005 ജൂലൈ 2-നും 2009 ജൂലൈ 2-നും ഇടയിലായിരിക്കണം. അതേപോലെ തന്നെ അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി ഉള്ളവരാണെങ്കിൽ 2002 ജൂലൈ 2-നും 2007 ജൂലൈ 2-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇവരും അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. മാരീഡ് ആണെങ്കിൽ 2002 ജൂലൈ 2-നും 2005 ജൂലൈ 2-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. സെലക്ഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് +2 യോഗ്യതയുള്ളവർക്ക് 21 വയസ്സും അതേപോലെ ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി യോഗ്യതയുള്ളവർക്ക് 24 വയസ്സും കവിയാനായിട്ട് പാടില്ല. അപേക്ഷിക്കുന്നതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് +2 പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് +2 നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ മൊത്തത്തിൽ കുറഞ്ഞത് 50% മാർക്കും അതിൽ ഇംഗ്ലീഷിൽ 50% മാർക്ക് നേടിയിട്ട് +2 അല്ലെങ്കിൽ ഇക്വലന്റ് എക്സാം വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളോടെയുള്ള 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് മൊത്തത്തിൽ 50% മാർക്കും ഇംഗ്ലീഷിന് 50% മാർക്ക് നേടി വിജയിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ കുറഞ്ഞത് 50% മാർക്കോടെ +2 വിജയിച്ചിരിക്കണം. ഇതിനു പുറമെ ഫാർമസിയിൽ കുറഞ്ഞത് 50% മാർക്കോടെ ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഉണ്ടായിരിക്കണം. കൂടാതെ എൻറോൾമെന്റ് സമയത്ത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ നിന്നോ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്നോ വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷനും നിർബന്ധമാണ്. അപേക്ഷിക്കുന്നതിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഉയരം കുറഞ്ഞത് 152 സെന്റിമീറ്റർ, അതേപോലെ കാഴ്ചശക്തി പറഞ്ഞിട്ടുണ്ട്. ഓരോ കണ്ണിനും 6/36, എന്നാൽ ലെൻസ് ഉപയോഗിച്ച് 6/6 ആക്കി മാറ്റാൻ സാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വെയിറ്റ് ഉയരത്തിനും പ്രായത്തിനും ആനുപാതികമായിരിക്കണം. അത് ചെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞത് 77 സെന്റിമീറ്റർ, എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. അതേപോലെ ഹിയറിംഗ് നോർമൽ ആയിരിക്കണം. ഡെന്റൽ പല്ലുകൾ നല്ല ആരോഗ്യമുള്ളതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൽ സ്ഥിരമായിട്ടുള്ള ടാറ്റു അനുവദിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 1ാം ഘട്ടം എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് പരീക്ഷയ്ക്ക് 48 അല്ലെങ്കിൽ 72 മണിക്കൂർ മുമ്പ് ഇമെയിൽ വഴി അഡ്മിറ്റ് കാർഡ് ലഭിക്കും. പരീക്ഷയുടെ ഡ്യൂറേഷൻ 45 മിനിറ്റ് ആണ്. സബ്ജക്ട്സ് വരുന്നത് +2 CBSE സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ഇംഗ്ലീഷ് കൂടാതെ റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ്സും ആയിരിക്കും. മാർക്കിംഗ് വരുന്നത് ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്കും തെറ്റുത്തരത്തിന് 0.25 മാർക്കും കുറയ്ക്കും. ഇപ്പോൾ സ്റ്റേജ് 1 ഓൺലൈൻ എക്സാമിനേഷനും കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സ്റ്റേജ് 2 ആണ്. അവിടെയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാവുക. സ്റ്റേജ് 1 ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് സ്റ്റേജ് 2 അഡ്മിറ്റ് കാർഡ് ഇമെയിൽ വഴി അയക്കും. അപ്പോൾ ഈ ഘട്ടത്തിൽ കാൻഡിഡേറ്റ്സ് ഓൺലൈനായിട്ട് അപേക്ഷിച്ച ഫോമിന്റെ പ്രിന്റ് ഔട്ട്, പിന്നെ ആവശ്യമായിട്ടുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും ഫോട്ടോ കോപ്പികളും 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും ഹാജരാക്കേണ്ടി വരും. ഇപ്പോൾ ട്രെയിനിങ് സമയത്ത് പ്രതിമാസം 14,600 രൂപ സ്റ്റൈഫണ്ട് ലഭിക്കും. ട്രെയിനിങ് പൂർത്തിയാക്കിയ ശേഷം തുടക്കത്തിൽ പ്രതിമാസം 26,900 രൂപ ശമ്പളവും മറ്റ് അലവൻസുകളും ലഭിക്കും. മറ്റ് ആനുകൂല്യങ്ങളായിട്ടുള്ള റേഷൻ, അതേപോലെ താമസം, ചികിത്സാ സൗകര്യങ്ങൾ, ഇൻഷുറൻസ് എന്നിവയും ലഭ്യമാണ്. അപ്പോൾ തുടക്കത്തിൽ 20 വർഷത്തേക്കാണ് എൻറോൾമെന്റ്. ഇത് 57 വയസ്സ് വരെ നീട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റേജ് 1 ഓൺലൈൻ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് സ്റ്റേജ് 2. ഈ സ്റ്റേജ് 2 പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സുകളും പരിശോധിക്കും. അതിനാൽ എല്ലാ രേഖകളുടെ ഒറിജിനലും 4 സ്വയം സാക്ഷ്യപ്പെടുത്തി, അതായത് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പികളും സഹിതം ഹാജരാക്കേണ്ടി വരും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, അത് ആവശ്യമായിട്ട് വരുന്നത് ഇന്ത്യൻ ആർമി, നേവി, മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ചവർക്കാണെങ്കിൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, പിന്നെ NCC സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ
അത് പിന്നെ ഒറിജിനൽ മാർക്ക് ഷീറ്റുകളും സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടി വരും. ഇവ കൈവശമില്ലാത്തവരാണെങ്കിൽ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പലിന്റെ സർട്ടിഫിക്കറ്റ് നൽകി പരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ 1 മാസത്തിനകം ഒറിജിനൽ സമർപ്പിക്കേണ്ടി വരും. അപ്പോ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയവർക്കായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തും. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അതായത് PFT 1 ഉണ്ട് 2 ഉണ്ട്. PFT 1 വരുന്നത് 1.6 കിലോമീറ്റർ ഓട്ടം 21 വയസ്സ് വരെ ഉള്ളവർക്ക് 7 മിനിറ്റിനുള്ളിലും അതിനു മുകളിലുള്ളവർക്ക് 7 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിലും പൂർത്തിയാക്കണം. നെക്സ്റ്റ് വരുന്നത് PFT 2 ആണ്. അതായത് PFT 1 പൂർത്തിയാക്കിയവർക്ക് 10 മിനിറ്റ് വിശ്രമത്തിന് ശേഷം PFT 2 അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് 2 ഉണ്ടാകും. ഇതില് വരുന്നത് 10 പുഷപ്പുകൾ 1 മിനിറ്റിനുള്ളിൽ, അതേപോലെ 10 സിറ്റപ്പുകൾ 1 മിനിറ്റിനുള്ളിൽ, അതേപോലെ 20 സ്ക്വാട്ടുകൾ 1 മിനിറ്റിനുള്ളിൽ എന്നിവ ചെയ്യണം. അപ്പൊ ഇതിനായിട്ട് സ്പോർട്സ് ഷൂസും ട്രാക്ക് പാൻസും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ എക്സാം എല്ലാം നമ്മൾ ചെയ്യേണ്ടത് സ്വന്തം റിസ്കിലാണ്. 18 വയസ്സിൽ താഴെയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സമ്മതപത്രത്തിൽ രക്ഷിതാക്കളുടെ ഒപ്പ് നിർബന്ധമാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. ഈ ടെസ്റ്റ് രണ്ടായിട്ടാണ്. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1 ഉണ്ട് 2 ഉണ്ട്. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടൺ എക്സാമിനേഷൻ ആണ്. ഇത് പാസ്സാകുന്നവർക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2 ഉണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് സ്റ്റേജ് 3 മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അതായത് നിങ്ങൾ സ്റ്റേജ് 2 എല്ലാ ടെസ്റ്റുകളും പാസ്സാകുന്നവർക്ക് മെഡിക്കൽ എക്സാമിനേഷനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിക്കും. അപ്പൊ മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നത് നമ്മുടെ ബ്ലഡ്, അതേപോലെ യൂറിൻ, ഷുഗർ, കൊളസ്ട്രോൾ, ECG, എക്സ്റേ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടാമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. www.airmanselection.cdsc.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ അപേക്ഷിക്കാനുള്ളത്. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ +2 പാസ്സായവർക്ക് അതിന്റെ മാർക്ക് ഷീറ്റ്, അതേപോലെ ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി ഉള്ളവരാണെങ്കിൽ അതിന്റെ മാർക്ക് ഷീറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വേണ്ടത് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ആണ്. അത് 2025 ജൂണിന് ശേഷം എടുത്തതായിരിക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു സ്ലേറ്റ് നമ്മുടെ ചെസ്റ്റിന് മുന്നിൽ പിടിച്ചിട്ട് പിന്നെ നമ്മുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും അതിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വേണ്ടത് കാൻഡിഡേറ്റ്സ് സിഗ്നേച്ചർ. അതേപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ പാരന്റ്സിന്റെ, അച്ഛന്റെയോ അമ്മയുടെയോ ഗാർഡിയന്റെയോ ഒക്കെ ഒപ്പും കൂടെ സ്കാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയുമാണ് അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ എന്ന് പറയുന്നത്. അപേക്ഷാ ഫീസ് വരുന്നത് 550 പ്ലസ് GST ആണ്. അപേക്ഷിക്കുമ്പോൾ 5 എക്സാം സെന്ററുകളും 14 എയർമാൻ സെലക്ഷൻ സെന്ററുകളും മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാനായിട്ടും നമുക്ക് സാധിക്കും. പ്രൊവിഷണൽ സെലക്ട് ലിസ്റ്റ് 2026 മെയ് 15 പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ എൻറോൾമെന്റ് ലിസ്റ്റ് 2026 ജൂൺ 1 പ്രസിദ്ധീകരിക്കും. നിയമനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇമെയിൽ വഴി അറിയിപ്പും ലഭിക്കും. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കും അതേപോലെ സിലബസ്, മോഡൽ ചോദ്യപേപ്പറുകൾ എന്നിവയ്ക്ക് നിങ്ങൾക്ക് www.airmanselection.cdsc.in എന്ന വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.